ജനിച്ചത്, വളർന്നത്, വേരുകളാഴ്ന്നത്, തുടരുന്നത്, നാലിടങ്ങളിൽ നട്ടുനനച്ച് നാമ്പുകിളിർത്ത ജീവിതപ്പച്ചയ്ക്ക് പേര് ഹർപ്രീത് കൗർ എന്നാണ്. ജനിച്ചത് ടാൻസാനിയയിലാണ്, അത് ആഫ്രിക്കയിലാണ്, ഈസ്റ്റ് ആഫ്രിക്ക. വളർന്നത് എല്ലാം UK-യിലാണ്. ശരിക്കും പഞ്ചാബിയാണ്. ഇപ്പം താമസിക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിയിലാണ്. In Africa, we have a steel fabrication family business. Tanzania is very different. Africa country ആയതുകൊണ്ട് കൂടുതൽ ആഫ്രിക്കൻസ് ആയിരുന്നു അവിടെ. അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കംപ്ലീറ്റ്ലി വേറെയാണ്, ഫുഡ് വേറെയാണ്, ഡ്രസ്സിങ് വേറെയാണ്. ആൾക്കാർ വെരി ഡിഫറെൻ്റ് ആണ് അവിടെ. നല്ല ഫ്രണ്ട്ലി ആണ്, ഈസി ടു അപ്രോച്ച്. അവിടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ടാൻസാനിയ നല്ല ഗ്രീനറി ഉണ്ട്, അപ്പോൾ അത് നല്ല ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഫ്രണ്ട്ലി പീപ്പിൾ, നല്ല കാറ്റ്, ഫ്രഷ്ലി ഇറ്റ്സ് വെരി ഫ്രഷ് compared to Kerala. It's the similar situation. So that's why I like Kerala. In the UK we have a family restaurant. UK is a different type of freedom. That's our freedom nu parayam ipo independence avade koodalana. As you know, foreign countries we are very different. We do our own thing. Study avade cheythu, school poi, college poi, university, adella kainita I had work. I was the manager of a clothing company. പഞ്ചാബ് പോയിട്ടുണ്ട്. എൻ്റെ മദറിൻ്റെ സൈഡ് അവിടെയാണ്, അപ്പൂപ്പ അമ്മൂമ്മ അവിടെ എല്ലാം അങ്ങോട്ടാണ്. 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട്, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് അങ്ങനെ. पंजाब बहुत वधिया जगह है, जे तुसीं उत्थे जाना चाहुंदे आ बहुत वधिया है. घुम्मण नूं बहुत जगह है, खाना पीना तो बहुत वधिया है. നമുക്ക് ഇന്ത്യനെ കുറിച്ച് അത്രേ അറിഞ്ഞുകൂടായിരുന്നു, കാരണം ആഫ്രിക്ക UK-യിലാണ് കൂടുതൽ നിന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ UK-യിൽ മൈ ഹസ്ബൻഡ് രാഹുൽ വന്ന സമയത്ത് ഹീ ടോട്ട് മീ അവിടെ കേരള ഉണ്ട് അങ്ങനെയാണ്. അപ്പോൾ അത്രേ അറിഞ്ഞുകൂടായിരുന്നു. സോ ഇറ്റ് സീംസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ പോയി നോക്കി, നല്ല ഗ്രീനറി, നല്ല ഒരു ഫ്രഷ് കൺട്രി പോലെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഐ കെയിം ഹിയർ. ഇൻ കേരള ദിസ് ഇസ് ഫ്രീഡം. You be free. Nobody is hunting you. Nobody is saying anything. നമ്മളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, people are so friendly. That's the one thing I was very scared of. ചിലപ്പം ഇവിടെ വന്നിട്ട് മിങ്കിളാവും പാടായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ശേഷം I think I have met so many types of people. They approach you with a smile. ഇവിടെ കാണുമ്പോൾ ചിരിക്കുക, സംസാരിക്കുക. ടെമ്പിളിൽ പോകുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ് അവിടെ. ചില ലേഡീസ്, അമ്മൂമ്മമാർ ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ മതി, അടുത്ത ദിവസം ചോദിക്കും, മോളെ ഇന്നലെ വന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു ഇതോട്ട്. തലസ്ഥാനത്ത് വഞ്ചിയൂരിൽ രുചി വിളമ്പുകയാണിപ്പോൾ. ഹസ്ബൻഡ് മലയാളിയാണ്. റൊമാൻറ്റിക് അല്ലെങ്കിൽ പ്രൊപ്പോസൽ ആയിട്ട് നത്തിങ് ഒഫീഷ്യൽ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ആരും പ്രൊപ്പോസ് ചെയ്തില്ല. സോ വി മെറ്റ് ഇൻ യൂണിവേഴ്സിറ്റി. First day, first lesson, first class. Agane. So this is how we met each other. So we were sitting next to each other. First day. അപ്പോൾ അങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പേപ്പർ ഇങ്ങോട്ട് കൊണ്ട് കൊടുത്ത സമയത്ത് he said his name and I didn't understand. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. He's an Indian, I know, but for me Indian ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഗുജറാത്ത് ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി. So I don't know. അങ്ങനെയാണ് when he started saying മലയാളിയാണ്, that's how we started to know each other. അന്ന് പോലെയാണ് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ലവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെർട്ടിക്കുലറായിട്ട് ഒന്നുമില്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഹലോ, എവിടെ? ഷോപ്പിലോട്ട് വരാൻ പറ്റുമോ? എപ്പോൾ വരും? കണ്ടുമുട്ടിയത് ഞാൻ ഇവിടുന്ന് പഠിക്കാൻ പോയതാണ് UK-യിൽ. അപ്പോൾ എൻ്റെ അതേ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു മലയാളി ആയിരിക്കുമെന്ന്. അങ്ങനെ നമുക്കൊരു വൈബ് അടിക്കുമല്ലോ. അങ്ങനെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ കാര്യമാണെന്നും പഞ്ചാബിയാണ്. പിന്നെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് കേരളത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടായിരുന്നു. കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഉള്ളതുമായിട്ട് അറിഞ്ഞിട്ടായിരുന്നു.
ഞാൻ മലയാളി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചാൽ ഞാനൊരു മറാഠി മഹാരാഷ്ട്രക്കാരനായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ സംസാരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നാടുണ്ടെന്ന്. So through him I knew. So I'll say through him ആണ് ഈ കേരള ഇഷ്ട ആയത്. Because I didn't know Kerala, there's a place named Kerala in India. കാരണം ഇന്ത്യ ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ത്യനെ പറ്റി ഒരിക്കലും സ്റ്റഡി ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. അപ്പോൾ when I met him, he said he's Malayali. So what is Malayali? I didn't know. അപ്പോൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കിയപ്പം ഡ്രസ്സിങ് ഇസ് വെരി ഡിഫറെൻറ്റ്, ഫുഡ് ഇസ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ്സ് നൈസ്. ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ് ഹിയർ. ഇവിടെ കാറുണ്ടോ ഫ്രിഡ്ജ് ഉണ്ടോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് കൂടെ വന്നപ്പോൾ ചോദിച്ചത്. ഇതൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ഥലങ്ങളും നമ്മുടെ ഓരോരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാരേജ് വെരി സിമ്പിൾ. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തത് UK-ലാണ്. പിന്നെ ഇവിടെ വന്നിട്ട് വെരി സിമ്പിൾ. ശ്രീകണ്ഠേശ്വർ പോയി ജസ്റ്റ് താലി കെട്ടി, അത്രയേ ഉള്ളൂ. പകലുണർന്നാൽ തീപിടിക്കുന്നത് അടുക്കളയടുപ്പിനും ഇവരുടെ ഉള്ളിനുമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, ഉപ്മാവ്. ആസ് യു കൻ സി ഇവിടെ പുട്ട് റെഡിയാണ്, അന്നത്തെ ഇടിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതേ സൈഡിൽ ഉഴുന്നുവട. ഹോട്ടൽ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കുമ്പം അമ്മയുള്ള സമയത്ത് ഈ നമ്മുടെ വീട്ടിൽ വയസ്സായവരെയൊക്കെ വിളിച്ചിട്ട് വരും. അവർ ഈ റോഡിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവശ്യരായിട്ടുള്ളവരെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുള്ള സമയത്തും അമ്മയ്ക്ക് അങ്ങനെ അവരെയൊക്കെ ഫുഡ് കൊടുത്ത് അവരുടെ ഒരു സന്തോഷം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനായാലും അതുപോലെ തന്നെ. അപ്പം അങ്ങനെ വിളിച്ച് കൊണ്ടുവരും, അങ്ങനെ കഴിച്ചു. അപ്പോൾ നമുക്കും അതിനോടൊക്കെ ഒരു ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊറോണയ്ക്ക് മുമ്പ് വന്നപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കൊറോണ സമയമായപ്പോൾ അത് നമുക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി. കൊറോണ സമയത്ത് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു, കഴിച്ചാൽ. അപ്പോൾ ആൾ പറഞ്ഞില്ല, ഞാൻ ഒന്നും കഴിച്ചില്ല, ഇവിടെ ഒന്നുമില്ല. കാരണം ആ ഫ്രണ്ട് എപ്പോഴും ഹോട്ടലിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ കൊറോണ സമയത്ത് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഐഡിയ മൈൻഡിൽ വന്നു. മീൻസ് ഇപ്പം ഒരാൾ കഴിച്ചില്ലെങ്കിൽ ഇമാജിൻ എത്ര പേര് റോഡിൽ കഴിച്ചില്ല കാണും. കുറേ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ ഫുഡ് പാക്ക് ചെയ്യും. ഇതേമാണ് കുക്ക്, അസലായിട്ട് മലയാളി ഫുഡ് വയ്ക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും, ഹസ്ബൻഡാണ് പോയി കൊടുത്തത്. ആദ്യം 10 പേർക്കായിരുന്നു, പിന്നെ അതിങ്ങനെ മാസം തോറും ഡെയിലി കൂടി വന്നു. നമ്മൾ 3 പേര്, ഞാനും അച്ഛനും ഇദ്ദേഹം കൂടെ നിന്ന് പാക്ക് ചെയ്യും, കൊടുക്കും. അന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊടുക്കുമായിരുന്നു. അപ്പം അന്ന് നമുക്കൊരു വലിയൊരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തു. ദുരിതത്തിലും പലരുടെയും മുഖത്തൊരു ചിരി കാണാൻ കഴിയുന്നത്, ഈ ഭക്ഷണപ്പൊതി കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ചിരി, അതൊക്കെ കാണാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഐഡിയ വന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് നമ്മൾ പണിയത് അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ കുറേ ആലോചിച്ചപ്പം നല്ലൊരു ഫുഡ്, എന്നാൽ നമ്മുടെ ജീവിതവും മുമ്പോട്ട് പോകണം, അങ്ങനെ ഒരു രീതിയിൽ ഒരു കച്ചവട സ്ഥാപനമായിട്ട് തുടങ്ങാമെന്നുള്ള രീതിയിൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജത്തിലാണ് കട തുടങ്ങിയത്. UK-യിൽ നിന്ന് വന്ന് ഒരു യുവ സംരംഭക ഇത്രയും നല്ല രീതിയിൽ ഒരു ഫുഡ് കൊടുക്കുന്നതും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊടുക്കുന്നതും ഊണും കാര്യങ്ങളൊക്കെ വളരെ വിഭവസമൃദ്ധമായിട്ട് ട്രിവാൻഡ്രത്ത് വേറെ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. വളരെ ക്വാളിറ്റിയിലായാലും ക്വാണ്ടിറ്റിയിലായാലും കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പം 30 നാളായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ഭക്ഷണമാണ്. വെരി ടേസ്റ്റി, വെരി ഹെൽത്തി ആൻഡ് വെരി ക്ലീൻ. ഇതെനിക്ക് പറയാനുള്ളത്. നല്ല ഒന്നാന്തരം ഭക്ഷണം, നല്ല ടേസ്റ്റി. പുട്ടും പയറും എസ്പെഷ്യലി ഇവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ടേസ്റ്റിയും വെളിച്ചെണ്ണയിലുണ്ടാക്കുന്ന ഉഴുന്നുവടയും ചായയും വളരെ നല്ല ചായയാണ്. റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ശേഷം എനിക്ക് കുറേ പുതിയ ആൾക്കാരെ ഇവിടെ കണ്ട് ആക്ച്വലി കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി. എന്നെ ദീദിയാണ് വിളിക്കുന്നത്, സിസ്റ്ററായിട്ട് വിളിക്കുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഇവിടെ രാഹുൽ ചേട്ടനാണേലും ദീദിയാണേലും ഭയങ്കര സ്നേഹമാണ്. നമ്മളെപ്പോൾ വന്നാലും നമുക്ക് സ്നേഹത്തോടെ ഫുഡ് വിളമ്പി തരും. ഇവിടെ വന്നിട്ട് ഏറ്റവും കമ്പനി ദീദിയുമായിട്ടാണ്. കുറേ ഈ നമ്മളെ കട തുടങ്ങിയ പോലെ അവിടെ നമ്മളെ കൂടെ ഉണ്ട്.
അപ്പം അന്ന് മുതൽ എന്നെ ദീദിയാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ. സോ ലേഡീസ് ആണെങ്കിൽ ജെൻറ്റ്സ് ആണെങ്കിൽ എവറിബഡി ഈസ് വെരി ഫ്രണ്ട്ലി. ഉച്ചച്ചൂടിന് കീഴെ ഊണുകടയ്ക്കുള്ളിലെ തിരക്ക് ഇവർക്ക് തണുപ്പാണ്. ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ. ഊണും പിന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ കാണും. സാമ്പാർ, രസം, തോരൻ, കൂട്ടുകറി, അവിയൽ, അച്ചാർ അതെല്ലാം കാണും. രസം, പുളിശ്ശേരി. At least one നേരെ a person should be able to eat. This is why we promote our meals. We only put them to an affordable amount. 50 rupees-ലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എനിക്ക് 2 ആൺമക്കൾ, പിന്നെ എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ നോക്കണം. തിരിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണ് ഇതുവരെ. ഞാൻ വന്നപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയാണ്. നൈറ്റ് നമുക്ക് ദോശ, ചപ്പാത്തി, പൊറോട്ട ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ ഡിഷസ് ഒക്കെ ഉണ്ട് നൈറ്റ്. പിന്നെ വെജ് ഐറ്റംസ് ഒക്കെ, മുട്ടക്കറി അതുപോലത്തെ ഐറ്റംസ് വളരെ ചെറിയ മെനു ആണ്. ലിമിറ്റഡ് ഫുഡേ ഉള്ളൂ. റീസൺ ഈസ് നമുക്ക് സ്റ്റോറിങ് ഒന്നുമില്ല. സോ അന്നത്തെ തീർന്നുള്ള ഫുഡ് അങ്ങനെ ആയിരിക്കും. ഊണ് കഴിഞ്ഞു കേട്ടോ, ഊണ് കഴിഞ്ഞു. ക്യാഷ് കൗണ്ടറിൽ നിൽക്കും. അകത്ത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ കിച്ചൺ മുകളിലാണ്. അപ്പം കിച്ചൺ മുകളിലായതുകൊണ്ട് ഫുഡെല്ലാം മോർണിംഗ് താഴെ ഈ പാൻട്രിയിലോട്ട് വരും. ആ പാൻട്രിയിൽ ചിലപ്പം ഇപ്പോൾ സ്റ്റാഫ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ തിരക്കാണെങ്കിൽ ആ സമയത്ത് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ക്യാഷിൽ നിൽക്കും. ഓൾറൗണ്ട്. അവിയലും സാമ്പാറും തോരനും പച്ചടിയും കിച്ചടിയുമെല്ലാം അതേ രുചിയിൽ പരുവപ്പെടുത്താൻ ഹർപ്രീതിന് അനായാസമറിയാം. മട്ടൺ ഒരു പ്രാവശ്യം വെച്ചാൽ ചിക്കൻ, ഫിഷും എല്ലാം വയ്ക്കും. തോരൻ, അവിയൽ, കിച്ചടി, വട, കൂട്ടുകറി, എവറിത്തിങ്. ഞാൻ പറഞ്ഞില്ലേ, ക്യൂരിയോസിറ്റി. എപ്പോഴും കാര്യത്തിന് ക്യൂരിയസ് ആണ്. ഇപ്പം നമ്മൾ ഈ മാരേജ് സമയത്ത് ഈ ഫാമിലി ആയിട്ട് പുറത്ത് പോകുമ്പം നമുക്ക് ഈ ഏല തരൂലെ ഈ സദ്യകൾ. അപ്പോൾ ആ സമയത്ത് ഈ കറീസിനകത്ത് എന്താണ് ഭയങ്കര ക്യൂരിയസ് ആയതുകൊണ്ട് ഓൺലൈൻ നോക്കി അപ്പം ആ റെസിപ്പി ഇൻവൈറ്റ് ഇൻ ടു മൈ റെസിപ്പി. അങ്ങനെയാണ് എല്ലാം പഠിച്ചത്. ടുക്ക് മീ ടൈം, കുറച്ച് സമയം എടുത്തത്. കാരണം ഇവിടുത്തെ മസാലാസ് വെരി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഈ ഗരം മസാല തന്നെ പെരിഞ്ജീരകം ഉപയോഗിക്കുന്നത്, നോർത്ത് സൈഡ് ജീരാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്സ് 2 ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഞാൻ പതുക്കെ അങ്ങനെ പഠിച്ചത്. ഓൺലൈനാണല്ലോ പഠിച്ചത് കൂടുതൽ. അപ്പം എല്ലാം നോക്കി. പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും ഇഷ്ടം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ കുക്കിംഗ് വളരെ ഗംഭീരമാണ്. കാരണം പലതും സ്വന്തമായിട്ട് പഠിച്ചു വന്നതാണ്. അങ്ങനെ ആരും പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. യൂട്യൂബിൽ നോക്കി വളരെയധികം പ്രയത്നിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിനെ കാട്ടി സൂപ്പറായിട്ട് പുള്ളിക്കാരി പല ഫുഡുകളും ഉണ്ടാക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചത് ആയിട്ടുള്ള താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഹസ്ബൻഡ് നോൺ വെജ് കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോൺ വെജ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ചിക്കനും ഫിഷ്, എഗ്ഗും. ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എഗ്ഗ് വെച്ച്, പിന്നെ ചിക്കൻ, then ഫിഷ്. നൗ ഓൾ റൗണ്ടർ. അപ്പം അങ്ങനെ നമ്മൾ ഈ കട തുടങ്ങാനൊരു കാരണം, ഞാൻ പറഞ്ഞു ഒരു ദിവസം ചിലപ്പോൾ കുക്ക് വരില്ല. ഇവിടെ ശരിക്കും 1 മാസത്തോളം 2 മാസത്തോളം ഷെഫ് ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ ബാക്കി സ്റ്റാഫുകളുടെ സപ്പോർട്ട് കൂടി ഇദ്ദേഹമാണ് മുകളിൽ പോയി ഇവിടുത്തെ ഫുൾ ആഹാരം പാകം ചെയ്തത്. അപ്പം അന്നൊന്നും ഒരു പരാതി ഇല്ലാതെ നമ്മളത് കൊണ്ട്, അതായത് നമ്മുടെ ഷെഫ് ഉണ്ടായിരുന്ന എങ്ങനെ ഉണ്ടാക്കിയോ അതുപോലെ തന്നെയാണ് പുള്ളിക്കാരിയുടെ ഉണ്ടാക്കി വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഒരു വ്യത്യാസമില്ലാതെ പോയത്. അല്ലെങ്കിൽ ഞാൻ 1 മാസം കട അടച്ചിടേണ്ടി വന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം കട തുടങ്ങിയപ്പോഴേ എടുത്തൊരു തീരുമാനമാണ്, ആരില്ലെങ്കിലും നമുക്ക് കൊണ്ടുപോകണം. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ കട തുടങ്ങിയത്. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രുചി ഏതെന്ന ചോദ്യത്തിന് ഹർപ്രീത് കൗറിന്റെ ഉത്തരം പൊടുന്നനെയാണ്. പൊറോട്ട. പൊറോട്ട ഇഷ്ടം കാരണം ഐ തിങ്ക് യു ക്യാൻ ഈറ്റ് ഇറ്റ് ആസ് എ സ്നാക്ക്. ഇറ്റ്സ് നോട്ട് അതിന് കറി ആവശ്യമില്ല. ഇഫ് യു ഡോണ്ട് വാണ്ട്, ചായ കൂടെ പുറത്തേക്ക് കഴിക്കാം. ഇദ്ദേഹം പ്യുവർ വെജിറ്റേറിയൻ ആണ്. മുട്ടയും കഴിക്കില്ല. ഈ മീനിൻ്റെ മണമുണ്ടെന്ന് പറഞ്ഞ് വെള്ളരിക്ക പോലും കഴിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഡയറ്റിംഗ് രീതിയാണ്. കേരള അച്ചാർ വെരി ഡിഫറെൻറ്റ് ഫ്രോം നോർത്ത്. ഐ മീൻ പേഴ്സണലി ഐ പ്രിഫർ ഈ സൗത്ത് ഇന്ത്യൻ അച്ചാർ. എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ബിഫോർ കേരള ഇഞ്ചി അച്ചാറൊക്കെ കഴിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ടേസ്റ്റ് ചെയ്തത്. അതും മാംഗോ, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. മസാല വെരി. ഫോർ മീ പേഴ്സണലി ഐ പ്രിഫർ ദ സൗത്ത് പിക്കിൾസ് കമ്പയർ ടു നോർത്ത്.
അവിടുത്തെ മസാല വേറെയാണ്. കേരളയിലെ കൂടുതൽ കോക്കനട്ട് ഉപയോഗിക്കുന്നത്, അവിടെ പഞ്ചാബിലാണെങ്കിൽ മസ്റ്റർഡ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ യു കെയിലെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ലഞ്ച് ഐ ലൈക്ക് ദ റൈസ്. ഇവിടുത്തെ ഊണ് ഇഷ്ടമാണ്. മൈ ഫേവറേറ്റ് ഇഫ് യു ഹാവ് ടു ആസ്ക് ഈസ് സാമ്പാർ റൈസ് ആൻഡ് മാംഗോ പിക്കിൾ മതി, വേറെ ഒന്നും വേണ്ട. ബിക്കോസ് സാമ്പാർ ഈസ് സോ ഗുഡ്. നല്ല സ്പൈസാണ്. ഇറ്റ്സ് ഹാഡ്സ് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ. ഈ കായം, അതിൻ്റെ ഒരു പൊടി, അതൊക്കെ എല്ലാം നല്ല ടേസ്റ്റാണ്. അതേപോലെ നോർത്ത് സൈഡിൽ സാമ്പാർ ആണെങ്കിൽ ഇറ്റ്സ് വെരി ബ്ലാൻഡ്. അതിൽ സ്പൈസസ് ഒന്നുമില്ല, ഫ്ലേവേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ എന്താ പറയുക, ഈ ദാൽ പോലെ ഇരിക്കും. ഐ ലൈക്ക് സദ്യ. ലൈക്ക് ഐ സെഡ്, എല്ലാ കറി ചിലപ്പോൾ ഞാൻ കഴിക്കില്ല. കാരണം ഐ ഹാവ് നെവർ സീൻ ദിസ് മച്ച് വെറൈറ്റി. ഇവിടെ വന്നിട്ടാണ് കണ്ട് ഈ സദ്യ മീൻസ് എത്രയൊക്കെ കറി ഒരു എല്ലാനെ പോകും. ഐ തിങ്ക് ദിസ് ഓൾമോസ്റ്റ് about 30 കറീസൊക്കെ ആവും. എത്ര ടൈപ്പ് ചാർ, എത്ര ടൈപ്പ് കറി. പക്ഷേ ഇറ്റ്സ് നൈസ്. കൊള്ളാം. ഖിച്ചടി സംതിങ് വെരി ഡിഫറെൻറ്റ്. നമ്മളവിടെ ഖിച്ചടി എന്ന് പറയുന്ന റൈസും ദാൽ മിക്സുള്ള ഇതാണ്. ഇവിടെ ഖിച്ചടി ഇറ്റ്സ് വെരി ലൈറ്റ്, ഹെവി ഇല്ല. ദാറ്റ്സ് എ മെയിൻ തിങ് അബൌട്ട് കേരള ഫുഡ്. നത്തിങ് ഈസ് ഹെവി. മണം വെച്ച് കറികളുടെ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പറയും. അതിപ്പോൾ ഏത് കറിയാണെങ്കിലും അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ജീവിതശൈലിയും ഭക്ഷണ രീതിയും അപ്പാടെ മാറ്റി നാടിനൊപ്പം ചേർന്നു ഈ മലയാളി ദീദി. മോർണിംഗ് കപ്പ് ഓഫ് ടീ ഷോപ്പിൽ വരുന്നതിന് മുമ്പ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ദോശ ആണെങ്കിൽ ദോശ. ഐ എം ഹാപ്പി വിത്ത് whatever is there. പിന്നെ ലഞ്ച് അതുപോലെ റൈസ് ആയിരിക്കും. ഡിന്നർ അതുപോലെ ചിലപ്പോൾ ചപ്പാത്തിയും ദോശ അങ്ങനെയൊക്കെ. അത്രേ ഉള്ളൂ. പിന്നെ നൈറ്റ് വിൽ ഗോ ഹോം. ദാറ്റ്സ് ഇറ്റ്. മീൻസ് നത്തിങ്. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് ഇവിടെ. ഞായറാഴ്ചകൾ വിശ്രമത്തിനു മാറ്റിവെക്കും. ചെറിയ യാത്രകളോട് പ്രിയമില്ല. സൺഡേ ഹോളിഡേ ആണ്. ബട്ട് മാക്സിമം റെസ്റ്റ് എടുക്കും. വീട്ടിൽ തന്നെ കാണും. അങ്ങനെ പുറത്ത് കൂടുതൽ പോകാറില്ല. കൂടുതൽ വീട്ടിൽ തന്നെയാണ്. ട്രിപ്സ് പോകണമെങ്കിൽ യു ഷുഡ് ഗോ ലൈക്ക് കുറച്ച് ദിവസത്തേക്ക് പോകണം. അല്ലാത്ത ലോക്കൽ ട്രിപ്സ് അങ്ങനെ അത്രയില്ല. ഇവിടെ വരുന്ന ടൈമിൽ നമ്മൾ ഈ കുറേ കറങ്ങി. മീൻസ് കുറേ എല്ലാ പ്ലേസസ് പോയിട്ടുണ്ട്. സോ ഈ മൂന്നാർ, തേക്കടി, അതുപോലെ എല്ലാ പ്ലേസസ് പോയിട്ടാണ് ട്രാവൽ ചെയ്ത്. ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിലാണ്. പാചകം പോലെ വേഗത്തിൽ മലയാളവും വഴങ്ങി ദീദിക്ക് മുന്നിൽ. നിരീക്ഷണ പാടവം തന്നെ കാരണം. മലയാളം ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. ഇറ്റ്സ് നോട്ട് ഈസി അല്ല. പക്ഷേ ഐ എം വെരി ക്യൂരിയസ്. ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നെങ്കിൽ ആ വേർഡ്സ് എന്തായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ സ്പീക്കിംഗ് ടു യുവർ ഫ്രണ്ട്, എന്തായിരിക്കും അത് സംസാരിക്കുന്നത്, ആ വേർഡ്സ് എന്ത് മീനിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കുറേ സിനിമ കണ്ട് വായിച്ച് അങ്ങനെയാണ് മലയാളം പഠിച്ചത്. അപ്പം ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്, വെരി ഡിഫിക്കൽട്ട്. ഇതുവരെ കുറേ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ഇല്ല. പക്ഷെ എന്തായാലും വി ഹാവ് എ റെസ്റ്റോറൻറ്റ് ഇൻ ദ UK. ഇദ്ദേഹത്തിൻ്റെ നാട്ടിലും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവിടെയാണ് പക്ക നോർത്ത് ഇന്ത്യൻ ഫുഡാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സൗത്ത് ഇന്ത്യൻ ഇപ്പം അത്രയില്ല. പക്ഷെ ഉണ്ട് കുറച്ച് വെറൈറ്റീസ്. മീൻസ് ദോശ അതുപോലത്തെ ഒരു ലൈറ്റ് വെറൈറ്റീസ് ഉണ്ട്. എനിക്കുണ്ടായിരുന്ന അതേ ഒരു ഫീൽ ഇദ്ദേഹത്തിനുണ്ട്. ഹസ്ബൻഡ് ഈസ് വെരി സപ്പോർട്ടീവ്. ഹീസ് ആക്ച്വലി ത്രൂ ഹിം വി ആർ ഹിയർ. ഞാൻ പറഞ്ഞില്ലേ, ഐ റിയലി ലൈക്ക് കേരള. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കൾച്ചറൊക്കെ കംപ്ലീറ്റ്ലി വേറെയാണ്. ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ ടു വെരി ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഇവിടുത്തെ ടെമ്പിൾസ്, ഇവിടുത്തെ ഗ്രീനറി, ഫ്രീഡം എല്ലാം. ഹീ ഇൻട്രൊഡ്യൂസ് മീ ടു ഓൾ ദിസ് ഹിയർ. അപ്പോൾ ത്രൂ ഹിം ഐ കെയിം ടു ന്യൂ മലയാളം, കേരള, ഇന്ത്യ. ജനിച്ച് 7 വയസ്സ് വരെ അമ്മ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയ സ്വാധീനമായിരുന്നു. അതുപോലെ തന്നെയാണ് അച്ഛനും. കാരണം അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ നമ്മുടെ കൂടെ തന്നെയാണ് നിന്നത്. കാരണം ഇത്രയും വയസ്സ് വരെയും നമ്മുടെ കൂടെ തന്നെ നമ്മളെ നോക്കി. വേറെ നമ്മളെ എന്നുള്ള ജീവിതമാണ് പുള്ളി മുമ്പോട്ട് പോയത്. എല്ലാവരും പറയും പുറത്തിരുന്നാലല്ലേ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടായിക്കോട്ടായിരുന്നു. നമ്മൾ പൈസയ്ക്ക് ഉപരി പലതും കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന കുറേ ബന്ധങ്ങളും കുറേ സന്തോഷവും സ്നേഹവും ഇപ്പോൾ നമുക്ക് ഈ കട തുടങ്ങിയിട്ട് കിട്ടുന്നു. എൻ്റെ ഹസ്ബൻഡ് ഹി ഹാസ് ഒരു ക്രേസ് ഉണ്ട്, ഒരു ഗണപതിൻ്റെ ക്രേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ നമുക്കത് കാണാം. അകത്ത് കുറേ പിക്ചേഴ്സ് ഉണ്ട്, കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഐഡിയൽസൊക്കെ വെച്ചിട്ടുണ്ട്.
നമുക്കൊരു അടുപ്പം കാണില്ലേ, ആ അടുപ്പം നമുക്ക് എല്ലാവരുടെ അടുത്തും കാണിക്കാൻ പറ്റില്ല. അമ്മ കഴിഞ്ഞാൽ നല്ലതായിട്ട് സ്വാധീനിച്ച ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെയാണ്. കുറേ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ആളാണ്. നമ്മളെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഐ ആം ഓൾ ഇൻ വൺ. കാരണം വീട്ടിൽ വിളിക്കുമ്പോൾ പഞ്ചാബിയിൽ സംസാരിക്കും, ഫാദർ കൂടി സംസാരിക്കും, ആഫ്രിക്കൻ ലാംഗ്വേജിൽ സംസാരിക്കും, ബ്രദർ ആണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇവിടെ ആണെങ്കിൽ മലയാളം സംസാരിക്കും. അപ്പോൾ ഓൾ ഇൻ വൺ. പുള്ളിക്കാരുടെ ഫാമിലി മൊത്തം അവിടെയാണ്. അവരിപ്പോൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോയിട്ട് വരും, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടല്ല, പോയിട്ട് വരും. ഇദ്ദേഹത്തിൻ്റെ റൂട്ട്സ് ഇവിടെ കിടക്കുന്നിടത്തോളം കാലം ഇദ്ദേഹത്തിന് ഇവിടെ തന്നെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ തന്നെ തിരിച്ചു വരും.